RSSന്റെ തിട്ടൂരത്തിന് മുമ്പിൽ കോൺഗ്രസ് ലീഗിന്റെ പതാക അടിയറ വെച്ചുവെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം M സ്വരാജ്. LDF പൊന്നാനി നഗരം പൊന്നാനി സൗത്ത് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം പ്രതിസന്ധിയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ ലീഗിന്റെ കൊടി മടക്കിക്കെട്ടി പകരം ബലൂൺ വീർപ്പിക്കാനും PP ഊതാനും കോൺഗ്രസ് ശ്രമിക്കുന്നത് സംഘപരിവാറിന് അടിയറ വെക്കുന്നതിന് തുല്യമാണെന്ന് M സ്വരാജ് പറഞ്ഞു. വയനാട്ടിൽ ലീഗിന് കൊടിയെടുക്കാൻ പറ്റില്ലല്ലോ, കൊടിയെടുക്കാൻ പറ്റും, കൊടി മാറ്റിവെക്കാൻ പറഞ്ഞിരിക്കുകയല്ലേ. ഇസ്മായിൽ സാഹിബും CHും ബാഫക്കി തങ്ങളും എല്ലാം ഉയർത്തിപ്പിടിച്ച ലീഗിന്റെ കൊടി താഴ്ത്തി വെച്ചിരിക്കുകയാണ്, ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്താ പ്രശ്നം? ലീഗ് കൊടിയെടുത്താൽ RSS പറയും പോലും ഇത് പാകിസ്ഥാന്റെ കൊടിയാണ്, കോൺഗ്രസും പാകിസ്ഥാന്റെ കൊടിയും ഒരുമിച്ച്. നിങ്ങളുടെ വായിലെന്താ കോൺഗ്രസ് നേതാക്കന്മാരുടെ ആ RSSന്റെ ദുരാരോപണത്തിന്റെ മുന്നിൽ നെഞ്ചു വിരിച്ചതെന്ന് പറയണ്ടേ? ഇത് പാകിസ്ഥാന്റെ പതാകയല്ല, കേരളത്തിലെ ഞങ്ങളുടെ സഖ്യകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പതാകയാണ്. അത് താഴ്ത്തു വെക്കാൻ നിങ്ങൾ പറയുമ്പോ വെക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയണ്ടേ? അതിനുള്ള ആർജവം ഉണ്ടോ? അതിന് പകരം പതാകയെല്ലാം മടക്കി പോക്കറ്റിൽ വെച്ച് കോൺഗ്രസ് ലീഗിന്റെ കയ്യിൽ ഒരു ബലൂൺ കൊടുത്തു, പച്ച ബലൂൺ. അത് ഊതിക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് ബലൂൺ എടുത്ത് ഇങ്ങനെ ഊതുകയാണ് ലീഗിന്റെ നേതാക്കന്മാർ. ഇനി രാഹുൽ ഗാന്ധി വരുമ്പോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ കയ്യിൽ, നേതാക്കന്മാരുടെ കയ്യിൽ കോൺഗ്രസ് ഒരു ബലൂണും കൊടുക്കും, ഒരു PPയും കൊടുക്കും. ബലൂൺ ഊതുക, PP വിളിക്കുക, ബലൂൺ ഊതുക. നാണവും മാനവും ഉണ്ടോ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്ത് നടക്കാൻ? ഇന്ത്യ വെല്ലുവിളിയെ നേരിടുമ്പോ സംഘപരിവാരം ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോ അവന്റെ അമ്മൂമ്മയുടെ ബലൂണും PPയും വെച്ചിട്ട് നാറ്റുകൊണ്ട് നടക്കുക. ഇത് എവിടുത്തെ പരിപാടിയാണ്? ഇങ്ങനെയാണോ നിങ്ങൾ രാഷ്ട്രീയത്തെ നേരിടുന്നത്, രാഷ്ട്രീയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നത്? ഇത് നിങ്ങളുടെ ബലൂണിൽ തീരുന്ന പ്രശ്നമല്ല. ഇത് RSSന്റെ തിട്ടൂരത്തിന്റെ മുന്നിൽ പതാകകൾ മാറ്റിവെച്ച് പരിഹരിക്കേണ്ട പ്രശ്നമല്ല. ഇത് അണുവിട വിട്ടുവീഴ്ച കൂടാതെ സംഘപരിവാരത്തിന്റെ വർഗീയ ഫാസിസവുമായി ഏറ്റുമുട്ടി പൊരുതി യുദ്ധം ചെയ്ത് വിജയിക്കേണ്ട പരിതസ്ഥിതിയാണ് നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. പൊന്നാനി ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് പരിപാടി നടന്നത്. AK ജബ്ബാർ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ MM നാരായണൻ, അഡ്വക്കേറ്റ് PK കലീമുദ്ദീൻ, CP മുഹമ്മദ് കുഞ്ഞി, T സത്യൻ, MA ഹമീദ്, OO ഷംസു, PK കുഞ്ഞു മുഹമ്മദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. PGTV ന്യൂസ് പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.